ആഷ്ലി എന്താ പ്രശ്നം? ഗുഡ് ഈവനിങ്. അന്ന് പറഞ്ഞ യൂട്യൂബർ ആ കോൺക്ലേവിനെങ്ങും വരൂല. അയ്യോ അയാൾ കമ്മിറ്റ് ചെയ്തല്ലേ, ഇപ്പൊ എന്താ? പേഴ്സണൽ ഇഷ്യൂസ് ആണെന്നൊക്കെയാ പറയുന്നത്. സത്യം എന്താന്ന് ആർക്കറിയാം. ഓക്കെ വിട്ടേക്ക്. നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്താ? ഇതേ ഇയാള് പറ്റുമോ നോക്കിയേ. വിളിച്ചോക്ക്. യൂട്യൂബിൽ കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. നോക്കാം. ഫസ്റ്റ് ആയിട്ടൊരു കേസ് കിട്ടുമെന്ന് വിചാരിച്ചില്ലേ? ഹലോ, അഡ്വക്കേറ്റ് എബി സാറാണോ? അതെ. ഇപ്പൊ ഫ്രീ ആണോ? അല്പനേരം സംസാരിക്കാമോ? അതെ, ഞാനിപ്പോ ഈ ഭൂമിയിലോട്ട് എത്തിയുള്ളൂ. ഇല്ല കുഴപ്പമില്ല, പറഞ്ഞോ. ഞാൻ ഗ്ലോബൽ വിഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ആണോ? ഞങ്ങൾ നടത്തുന്ന കോൺക്ലേവിൽ പങ്കെടുക്കുമെന്ന് അറിയാനായിരുന്നു. അയ്യോ എന്താ അറിയോ, ഞാൻ ഇങ്ങനത്തെ ഈ പരിപാടികൾക്കൊന്നും പങ്കെടുക്കാറില്ല, അതുകൊണ്ടാണ്. സോറി. CM പങ്കെടുക്കുന്ന നിമിഷ മാധവ് കണ്ടക്ട് ചെയ്യുന്ന പരിപാടിയായിരുന്നേ. വൈകിട്ട് 8-നാണ് ഫംഗ്ഷൻ. വൈകിട്ട് 8:30 ന്യൂസ് വായിക്കണ ആ കൊച്ചിന്റെ പരിപാടിയാണോ? ആ അതെ. അയ്യോ നല്ല കൊച്ചാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിനെ. ആ കൊച്ചി കുറച്ച് മെലിഞ്ഞായിരുന്നല്ലേ? ആ മെലിഞ്ഞ്. ആ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ല കൊച്ചാണ്. എന്നും ആ കൊച്ചിനെ കാണാൻ വേണ്ടി ന്യൂസ് കാണുന്നത്. സാറപ്പോ വരുമല്ലോ അല്ലേ? ഞാൻ വരാം, എന്തായാലും വരാം. പ്രോമിസ് ആയിട്ട് ഞാൻ വരും. ഫ്രണ്ട്സിനെ കൊണ്ടുവരാവേ. വെന്യൂ എവിടെയെന്ന് അറിയിച്ചാ മതി. ആ വെന്യൂ എവിടെയാന്ന് അറിയിക്കാം സാർ. ഓക്കെ, താങ്ക് യു. എടാ നിമിഷ പ്രോഗ്രാമിന് വിളിച്ചു നിന്നെ. നോ. പിന്നെ എന്നെ ഉണ്ടാക്കാൻ ആ കൂടി ഒരു ദിവസമേ ഉള്ളൂ. എന്തെങ്കിലും ചെയ്. ഓ അയാളുടെ ഫോട്ടോ ഒന്ന് കാണിച്ചേ. ഇതാള് കൊഴപ്പില്ല. അതെ, ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യണേ. ഗ്ലോബൽ വിഷൻ കോൺക്ലേവിന്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ്. ഗ്ലോബൽ വിഷൻ കോൺക്ലേവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനാണ് ആദ്യം. ഈ സെഷനെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്നത് ഒരു മഹത് വ്യക്തിയാണ്. നിങ്ങൾ റെഡിയല്ലേ? CM വരാറായോ? 10 മിനിറ്റ് വരും. ഈശ്വര, അപ്പൊ നമ്മുടെ യൂട്യൂബറോ? യൂട്യൂബർ മറ്റേ മെലിഞ്ഞ പെൺകുട്ടികളെ മാത്രം നോക്കുന്ന യൂട്യൂബറാണ്. നിങ്ങൾ ഇതൊക്കെയാണല്ലോ ഇവിടെ പരിപാടി. കേരള എല്ലാത്തിനും ഞാൻ മാത്രം രാഷ്ട്രീയത്തിലെ ഉണ്ടല്ലോ അല്ലേ? മുടിചൂടാ മന്നൻ. വേഗം വന്നേക്കണം കേട്ടോ. വരാം. കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നൻ, കേരള ജനതയെ ഏറെ ആർജവത്തോടെ മുന്നോട്ട് നയിക്കുന്ന ഭരണപാടവവും നന്മയും കർമ്മവും നിറഞ്ഞ വ്യക്തിത്വം, കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി. വെൽക്കം ടു ഗ്ലോബൽ വിഷൻ കോൺക്ലേവ് സർ. ആദ്യം തന്നെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ തിരക്കിനിടയിലും സാർ എങ്ങനെയാണ് ഗ്ലാമർ കാത്തു സൂക്ഷിക്കുന്നത്? ഈ ഇരിക്കുന്ന ജനങ്ങളാണ് എന്റെ ഗ്ലാമറിന്റെ രഹസ്യം. ഒരു ഭരണാധികാരി എന്ന നിലയിൽ എന്താണ് സാറിന്റെ ലക്ഷ്യം? ഓരോ പൗരന്റെയും സന്തോഷമാണ് ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ എന്റെ ലക്ഷ്യമായി ഞാൻ കാണുന്നു. സാർ, നമ്മുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് ഓഡിയൻസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. എഴുത്തുകാരിയും പരിസ്ഥിതി പ്രവർത്തകയുമായ ശ്രീമതി മാല വിനീത. സാർ, അടുത്ത ചോദ്യവും ഓഡിയൻസിൽ നിന്ന് തന്നെയാണ്. അഡ്വക്കേറ്റും യൂട്യൂബറുമായ ശ്രീ എബി മാത്യു. നമസ്കാരം സർ. നമസ്കാരം. എന്റെ മനസ്സിൽ തോന്നിയൊരു ചോദ്യമാണ്. ഇത് ഈ അവസരത്തിൽ ചോദിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ചോദിച്ചോളൂ. സർ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഏറ്റവും വലുത് സ്വന്തം പാർട്ടിയാണോ രാജ്യമാണോ? രാജ്യം. അതിനപ്പുറത്തൊരു സ്ഥാനം ഒരു രാഷ്ട്രീയക്കാരനും തന്റെ പാർട്ടിക്ക് കൊടുക്കാറില്ല. സാറ് കൊടുക്കാറുണ്ടോ? സ്വന്തം രാജ്യത്തെക്കാൾ കൂടുതൽ സ്ഥാനം സ്വന്തം പാർട്ടിക്ക്? 40 വർഷത്തെ രാഷ്ട്രീയ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് അനിയ. ഒരു പ്രവൃത്തിയിലും ഒരു ചിന്തയിലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സാർ, 4 ദിവസം മുമ്പ് സാറിന്റെ പാർട്ടി ഓഫീസ് തകർത്തതിന്റെ പേരിൽ ഇവിടെ ഒരു ഹർത്താൽ നടന്നു. സാറാണ് ആ ഹർത്താൽ ആഹ്വാനം ചെയ്തത്. പാർട്ടി ഓഫീസ് തകർത്തതിന്റെ പേരിൽ പാർട്ടിക്ക് നഷ്ടം ഏകദേശം 85,000 രൂപയാണെങ്കിൽ
ഒരു ദിവസം ഹർത്താൽ നടന്നതിന്റെ പേരിൽ കേരളത്തിന് നഷ്ടം ഏകദേശം 200 കോടി രൂപയാണ്. 85,000 രൂപയുടെ നഷ്ടത്തിന് പ്രതികാരം ചെയ്തപ്പോ കേരളത്തിന് നഷ്ടമായത് 200 കോടി രൂപയാണ് സർ. ഇനി പറയൂ സർ, സാറിന് കൂടുതൽ സ്നേഹം രാജ്യത്തിനോടാണോ സ്വന്തം പാർട്ടിയോടാണോ? ഈ രീതിയിലെ രാഷ്ട്രീയ പ്രവർത്തനം കാരണം പാർട്ടി ഫണ്ടുകൾ കൂടുന്നു എന്നല്ലാതെ ഇന്ത്യയുടെയോ കേരളത്തിന്റെയോ ഒരു കടം പോലും കുറയുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല സർ. ഇതൊക്കെ കാണുമ്പോൾ പണിയെടുക്കുന്ന ഞങ്ങളെ പോലത്തെ സാധാരണക്കാർക്ക് ഉള്ളിൽ തോന്നിപ്പോണ ചില ചോദ്യങ്ങളുണ്ട്. ഈ രാഷ്ട്രീയക്കാര് പ്രവർത്തിക്കുന്നത് സ്വന്തം പാർട്ടിക്ക് വേണ്ടി മാത്രമാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഓരോ രാഷ്ട്രീയക്കാരനും വ്യക്തിപരമായി നൽകേണ്ടതാണ്. സർ, എനിവേ, ഇങ്ങനൊരു ചിന്തയ്ക്കും ഈ അവസരത്തിനും നന്ദി. എന്നാലും എന്റെ അബി, നീ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്? ഉള്ള കാര്യമല്ലേ ചോദിച്ചു? ഒരു മുഖ്യമന്ത്രി ഓ പിന്നെ എടാ നിമിഷം വരുന്നുണ്ടാ, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് വരാം. നല്ല പെർഫോമൻസ് ആയിരുന്നില്ലേ? സിൻസിയർ ആയിട്ടുള്ള ആള് ആവശ്യത്തോളം ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ഇരിക്കടാ. ഇനി അപ്രീഷിയേറ്റ് ചെയ്യാത്തതിന്റെ കുറവും കൂടെ ഉള്ളൂ. ഇവന്റെ ഒടുക്കത്തെ ചോദ്യം കാണാൻ അവിടെ പണി ഇപ്പൊ തന്നെ പോകണം. എന്തൊക്കെ പ്രശ്നങ്ങളാണോ വരാൻ പോണത്? ഇനിയിപ്പോ ആഷ്ലി പറഞ്ഞിട്ടില്ല അയാളെ വിളിച്ചത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഇനി വരുന്നത് നിങ്ങൾ ഹായ്, സോറിടാ. ഹായ്, എന്നാ നമ്മുടെ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നത്? അടുത്ത ആഴ്ച ഉണ്ടാവും. ആണോ? പക്ഷെ ഇയാള് ചോദിച്ച ചോദ്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. അതെന്താ? അപ്പൊ തന്നെ മോളിൽ നിന്ന് വിളി വന്നു, എല്ലാം എഡിറ്റ് ചെയ്ത് ഓ, കളയും. അതുകൊണ്ട് നിമിഷക്ക് പ്രോബ്ലം ഒന്നുമില്ലല്ലോ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കത് മതി. എന്തായാലും ഓഫീസിൽ നമ്പർ ഉണ്ട്, ഞാൻ ടെലികാസ്റ്റ് ഡേറ്റ് അറിയിക്കാം. നമ്പർ ഇപ്പൊ തന്നെ തരാം. ആഷ്ലിയുടെ കയ്യിൽ നിന്ന് മേടിച്ചോളാം. ആ എന്റെ ഉണ്ട്. ഒന്ന് കൊടുത്തേക്കണേ. പിന്നെ ഉറപ്പായിട്ടും. അതെ, നല്ല പറഞ്ഞു. നല്ല ചോദ്യങ്ങളായിരുന്നു. നല്ല ആങ്കറിങ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക്സ്. താങ്ക് യു. അപ്പോ ശരി. ഫ്രണ്ട്സാ? ആ ഹായ്, കാണാം. അപ്പൊ കാണാം. ബൈ. ശരി. വാ വാ. ശരി, അപ്പോ ബൈ. വല്ലാതെ പനിക്കണ, കുറച്ചു കിടക്കട്ടെ. പോലെ വാ, നിമിഷയുടെ പ്രോഗ്രാം ഒന്നാണ്. നല്ല രസമുണ്ടല്ലേ? എനിക്കൊന്ന് രസം. അയ്യോ, എബിക്കുട്ടാ, വിനു, മക്കളെ, ഡാ, നിമിഷയുടെ പ്രോഗ്രാം ഉണ്ട്, വാ. അത് കാണാം. പിന്നെ ഒരു ഹെൽപ്പ് ചെയ്യൂ. എന്താണ്? ദിലീഷ് പോത്തന്റെ പുതിയ സിനിമയിൽ അഭിനയിക്കാനേ നവാഗതരായിട്ടുള്ള ആൾക്കാരെ ആവശ്യമുണ്ട്. അപ്പൊ ഒരു 2 മിനിറ്റിന്റെ സെൽഫി വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യൂ. എടാ പൊട്ട, സെൽഫി വീഡിയോ സ്വന്തമായിട്ട് എടുക്കണ്ടാണ്, ഞങ്ങളെല്ലാം ഷൂട്ട് എടാ, ചെയ്യണം. ഞാൻ ചെയ്താൽ റിയലിസ്റ്റിക് ആവില്ല. നീ അല്ലെങ്കിലും ചെയ്താലും റിയലിസ്റ്റിക് ആവില്ല. നീ ഇത് പോയോന്നു. എന്താടാ, നിങ്ങളുടെ കൂട്ടുകാരൊരു സിനിമ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ?